इंदो और अट्रैक्शन, इतना प्यारा है वो। मेरी जिंदगी में I've never felt this spark. He's so cute. When he walks. उसका नाम क्या है? मुझे नहीं पता। तो भी अच्छी लव स्टोरी है ना? Something different. നിനക്ക് പ്രാന്താ ഏതോ ഒരുത്തനെ കണ്ട് വെറുതെ ഓരോന്ന്. டேய் மச்சான், அதான்டா லவ். நீ தமிழ் படத்துல பாத்துருக்கல, இந்த மாதிரி சிச்சுவேஷன்ஸ் நிறைய இருக்கு. அதுல தான்டா த்ரில்லும் இருக்கு. भाई हम राजपूत हैं, इसलिए ये शादी सबसे बढ़िया और हटके होनी चाहिए. ഭഗവാൻ സിംഗ് കല്യാണ ചടങ്ങുകളെല്ലാം എങ്ങനെ ഗംഭീരാക്കണം എന്നൊക്കെ വിശദമായിട്ട് പറഞ്ഞു തന്നു. ഞങ്ങൾക്ക് ആകെ ടെൻഷനായി. കല്യാണം ഗംഭീരാക്കണം, മറ്റുള്ളവരിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആവണം, ആഹാരത്തിന്റെ കാര്യത്തിൽ എങ്ങനെ പുതുമ കൊണ്ടുവരണം, ഡ്രസ്സിന്റെ നിറം, ഓർണമെന്റ്സ്. ഹോ, ചർച്ചകൾ അങ്ങ് തുടങ്ങി. ചുരുക്കം പറഞ്ഞ രാജസ്ഥാൻ യാത്ര കല്യാണ കോൺട്രാക്ടർമാരുടെ പണി പോലെയായി. ഹാഷിം ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. പണി മുഴുവൻ ഞങ്ങൾ അവന്റെ തലയിലാക്കി. ആരെങ്കിലും ഒന്ന് വാടേ, ഒന്ന് ഹെൽപ്പ് ചെയ്യടേ. ആഹാരത്തിന്റെ കാര്യത്തിലായിരുന്നു ഏറ്റവും വലിയ ടെൻഷൻ. എങ്ങനെ പുതുമ കൊണ്ടുവരാം? ഞങ്ങൾ തലങ്ങും വിലങ്ങും ആലോചിച്ചു. ഇനിയിപ്പോ എന്താ ഒരു വഴി? டேய் எல்லாரும் இங்க பாருடா, ஒரு சூப்பர் ஐடியா கிடைச்சிருக்கு. நமக்கு கொத்து പൊറോട്ട, മസാല ദോശ, കാരക്കുടി, കൽ ദോശ, ചെട്ടിനാട് ബിരിയാണി, ഊത്തപ്പം. ഒന്ന് നിർത്തടാ, ഇതിനെല്ലാം സെയിം ടേസ്റ്റാ. പിന്നെ ഈ രാജസ്ഥാനികൾ എല്ലാരും കൂടെ നമ്മളെ കൊത്തു പൊറോട്ടയാക്കും. ഇനിയിപ്പോ എന്താ ഒരു വഴി? ഹേയ്, നമുക്ക് താജിൽ വിളിച്ച് ബുക്ക് ചെയ്താലോ? അതല്ലേ സേഫ്. താജ് വേണോ? അപ്പുറം ഇപ്പൊ എന്നെ പണ്ണും. Hey, I have an idea, guys. Come on. என்னடி சொல்லு? Okay. പടിപ്പുര ഷാപ്പ്. പടിപ്പുര ഷാപ്പാ? താറാവ് റോസ്റ്റ്, കരിമീൻ പൊള്ളിച്ചത്, മപ്പാസ്, മീൻ മുളകിട്ടത്, മുളകിടാത്തത്, നത്തോലി ഫ്രൈ, മീൻ പീര, ബീഫ് ഒലത്തിയത്, കൊഞ്ചി, ചെമ്മീൻ, കാട. മതി മതി, കൊതിപ്പിക്കാതെടി. അതെങ്ങനെ ഇവിടെ നടക്കും? The only trump card. ദുഷ്യന്തൻ. അതാരാ? His only weakness? Ladies. എന്റെ മോളെ, ഇവിടെ നിന്ന് തിരിയാൻ സമയമില്ല. മോക്കറിയാലോ ഇവിടെ ദുഷ്യന്തന്റെ കറിയുടെ പേര് കൊണ്ട് മാത്രം ഓടിപ്പോണ ഷാപ്പാണെന്ന്. പെട്ടെന്ന് എനിക്ക് ലീവ് മേടിച്ച് അങ്ങ് വരാൻ പറ്റുമോ? അത് ശരിയാവില്ല. ഇവിടെ ഒരു രജപുത്ര പെൺകുട്ടിയെ വിവാഹം കഴിച്ച 4 ദാസിമാര് ഫ്രീ ആണ്. രജപുത്ര വംശത്തിൽ നിന്ന് ഒരു പെണ്ണിനെ കെട്ടിയ 4 ദാസിമാരെ ഫ്രീ ആയിട്ട് കിട്ടുന്നോ? അതേനെ. അല്ല, വെക്കലേ. അടുത്ത ട്രെയിൻ എപ്പോഴാ? ഞാൻ വരും. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ അവിടെ വന്നിരിക്കും. അയ്യോ, എന്റെ അച്ഛൻ ഒരു മുൻപരിചയം കൂടാൻ മരിച്ചു പെട്ടെന്ന് അങ്ങ് പോയി. ഇങ്ങനെ ആരുമില്ല. ചേട്ടനുണ്ടാവോ? ഉണ്ടാവൂടാ. എന്ത് കണ്ടിയത്? എന്തായാലും സംഭവിച്ചു പോയില്ലേ, നീ സമാധാനിക്ക്.